ഞാനിപ്പോൾ നിൽക്കുന്നത് വടാട്ടുപാറയിലാണ്. കൃത്യമായി പറഞ്ഞാൽ പലവൻ പുഴയുടെ തീരത്ത്. ഏകദേശം ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്തു നിന്നും ഒരു 50-55 മീറ്ററോളം കഴിഞ്ഞാൽ പലവൻ പുഴയായി. പലവൻ പുഴ എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിന് പുറത്തു നിന്നും ഈ ഭാഗത്തേക്ക് വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട്. ഇവർ അപകടത്തിൽപ്പെടുന്നത് ഒരു നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഏകദേശം 17ഓളം പേര് ഈ പലവൻ പുഴയിൽ ജീവൻ വെടിഞ്ഞു. ഇവിടുത്തെ കരിങ്കൽ കെട്ടുകൾ, ചുഴികൾ എല്ലാം വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ്. അതറിയാതെയാണ് ഈ പുറമേ നിന്ന് വരുന്ന വിനോദസഞ്ചാരികൾ ഇവിടെ കുളിക്കാൻ ഇറങ്ങുന്നത്. ഈ കുളിക്കാൻ ഇറങ്ങുന്ന സന്ദർഭത്തിൽ ചുഴികളിൽ അകപ്പെടുകയും കല്ലുകളുടെ വെട്ടുകളിൽ അകപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഈ മരണം ഉണ്ടാകുന്നത്. അത് ഈ പ്രദേശത്ത് അറിയാവുന്ന ഒരാളുടെ കൂടെയാണ് ഈ വിനോദസഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നതെങ്കിൽ ഈ ഒരു ദുരന്തം ഒഴിവാക്കാം. പുറമേ നിന്ന് വരുന്ന ആളുകളുടെ അജ്ഞതയാണ്, അപരിചിതത്വമാണ് ഈ ഒരു ദുരന്തങ്ങൾക്ക് കാരണം. ഈ പ്രദേശവാസികൾ ഇവിടെ ടൂറിസം വളരണം, വിനോദസഞ്ചാരികൾ എത്തണം എന്ന താല്പര്യക്കാർ തന്നെയാണ്. ഇവിടെ വരുന്നവർ ഈ നാടുമായിട്ട് ഇണങ്ങി ഈ നാടിന്റെ വിശാലത ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. ഈ നാട്ടുകാരുടെ വിശാലത ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. ഇവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാകുന്നില്ല. മദ്യപിച്ച് മതോന്മത്തരായി ഇവരെ ഉപദേശിക്കാൻ അല്ലെങ്കിൽ ഇവരെ രക്ഷിക്കാൻ എത്തുന്നവരെ ആക്രമിക്കുന്ന സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ ഈ കഴിഞ്ഞ നാളുകളിൽ പോയിട്ടുണ്ട്. എന്നോടൊപ്പമുള്ളത് ഈ പലവൻ പുഴയുമായി വളരെ ആത്മബന്ധമുള്ള ബിനുചേട്ടനാണ്. അദ്ദേഹം ഈ നാട്ടുകാരനാണ്. ഇവിടെ മരിച്ച 16 പേരുടെ മൃതദേഹങ്ങൾ ഈ പലവൻ പുഴയുടെ ആഴങ്ങളിൽ നിന്നും മുങ്ങിയെടുത്തത് ബിനുചേട്ടനാണ്. ഈ നാട്ടിൽ ജനിച്ചു വളർന്നതുകൊണ്ട് തന്നെ പലവൻ പുഴയുടെ ആഴങ്ങളുടെ കൃത്യമായ അളവുകോലുകൾ ബിനുചേട്ടന്റെ കയ്യിലുണ്ട്, മനസ്സിലുണ്ട്. ബിനുചേട്ടാ, എന്താ പറയാനുള്ളത്? എനിക്ക് പ്രത്യേകിച്ചും ഇപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ അതൊക്കെയാണ് എനിക്കും പറയാനുള്ളത്. തീർച്ചയായിട്ടും വരുന്ന സഞ്ചാരികൾ ഈ പറഞ്ഞ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച്, ഇവിടെയുള്ള ആളുകളുടെ നിർദ്ദേശങ്ങൾ കർശനമായും പാലിച്ച്, ഒരു കാരണവശാലും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തി തിരിച്ചുവിടാൻ ഞങ്ങൾ ശ്രമിക്കില്ല. ഇത് ഞങ്ങളുടെ നാടാണ്, നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ്. തീർച്ചയായിട്ടും ഈ നാട്ടിൽ വരണം. ഈ നാടിൻ്റെ എല്ലാ കീർത്തിയും എല്ലാ യശസ്സും മറ്റുള്ള നാടുകളിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹക്കാരാണ് ഞങ്ങൾ. തീർച്ചയായിട്ടും ഇവിടെ ഇത്ര ഭംഗിയുള്ളൊരു നാട് ഞാനും ഈ പരിസരങ്ങൾക്ക് എങ്ങും കണ്ടിട്ടില്ല. ഈ ഇത്രയും ഭംഗിയുള്ളൊരു നാട്ടിൽ നിങ്ങൾ വരണം. വന്ന് ഇതിൻ്റെ ഭംഗിയും ഈ നാടിൻ്റെ പ്രത്യേകതയും ഇവിടെ നാട്ടുകാരുടെ സ്നേഹവും എല്ലാം നിങ്ങൾ പൂർണ്ണലോകത്ത് എത്തിക്കണം. അതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും ആദ്യം പറയാനുള്ളൊരു കാര്യം. പിന്നെ ഇപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ ഈ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ച് നമ്മൾ അപകടമില്ലാത്ത രീതിയിൽ നിങ്ങൾ സന്തോഷിച്ച് വന്നിട്ട് സന്തോഷത്തോടെ തിരിച്ചു മടങ്ങുമ്പോഴാണ് ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്നത്. ഞങ്ങളുടെ മനസ്സ് നിറയുന്നത് അന്നേരമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മനസ്സ് നിറയ്ക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രമിക്കണം. വരുന്ന സഞ്ചാരികളെ ഞങ്ങൾ സഹോദരങ്ങളായിട്ട്, ഞങ്ങളുടെ അതിഥികളായിട്ട് ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ഈ അതിഥികൾ വന്നിട്ട് വളരെ സന്തോഷത്തോടെ തിരിച്ചു പോകേണ്ട അവസരങ്ങൾ ഉണ്ടാവണം. 10 പേര് വന്നിട്ട് 9 പേരുമായിട്ട് തിരിച്ചു പോകരുത്. 10 പേര് വന്നാൽ 10 പേരും തിരിച്ച് നിങ്ങൾ സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലെത്താനുള്ള ശ്രമം നിങ്ങൾ നടത്തണം. ഞങ്ങളോട് തീർച്ചയായിട്ടും നിങ്ങൾ സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ഈ വരുന്ന സഞ്ചാരികൾ ഇങ്ങനെ നിരന്തരം അപകട മരണത്തിൽ ഏർപ്പെടുമ്പോൾ ഇവിടെ പല തടസ്സങ്ങളും വരും. ചിലപ്പോൾ സഞ്ചാരത്തിന് തന്നെ ഇവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കാം. അതൊക്കെ ഞങ്ങളുടെ നാട്ടുകാരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള അപകടങ്ങളിലേക്ക് പെടാതിരിക്കുക. ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും നിങ്ങൾ രക്ഷിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാരണവശാലും ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കരുത്. പ്രദേശത്തുള്ള ആരെങ്കിലും കൂട്ടിയായിരിക്കണം നിങ്ങൾ വരേണ്ടത്. അതുകൊണ്ട് പറഞ്ഞില്ലേ, ഇനിയും എടുത്തെടുത്ത് പറയുകയാണ്, ഒരു കാരണവശാലും നിങ്ങൾ ഒരിക്കലും ഒരു അപകടത്തിലേക്ക് പെടരുത്. നിങ്ങൾ മരണത്തിന് അകപ്പെടരുത്. നിങ്ങൾ ഭഗവാൻ തന്നിരിക്കുന്ന ആയുസ് എത്രയുണ്ടോ അത്രയും നാൾ നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കാൻ നിങ്ങളെ ഞങ്ങൾ പ്രേരിപ്പിക്കുകയാണ്. ഒരിക്കലും നിങ്ങളൊന്ന് അപകടത്തിൽ പെടരുത്. ഈ പുഴ നല്ല പുഴയാണ്. പരിചയമുള്ളവർക്ക് നല്ലതാണ്. അപരിചിതർ വന്നു കഴിഞ്ഞാൽ ഇത് അപകടമാണ്.